ഡാ, നീ വിഷമിക്കാതെ, ഞാനുണ്ട് നിൻ്റെ കൂടെ. എടാ മക്കളെ, വിഷമിക്കുകയേ വേണ്ട, ഒന്നും പേടിക്കേണ്ട, എപ്പോഴും ഞാൻ കൂടെയുണ്ട്. നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം, അല്ലേ? ഞാനും നിങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ നമ്മളോട് അടുപ്പമുള്ള ആരെങ്കിലും ഒരാൾ നമ്മളോട് മോശമായി സംസാരിച്ചാൽ, അല്ലെ അനിഷ്ടത്തോടെ സംസാരിച്ചാൽ തീർന്നു. നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയി പോകുന്ന ആളുകളുണ്ട്, ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് മറ്റുള്ളവരുടെ കയ്യിൽ പൂർണ്ണമായിട്ടും കൊടുക്കാതെ ആ താക്കോല് ഇങ്ങെടുത്തേക്കുക. നമ്മുടെ സന്തോഷം നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരം ഇമോഷൻസ് അവരിലൂടെ കടന്നു പോകും. ഈ സമയത്തെല്ലാം നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ചിലപ്പോൾ അവർക്ക് സാധിക്കുക. അവിടെ പതറാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ നല്ല ചിന്തകളിൽ കൂടെയും നല്ല പ്രവൃത്തിയിൽ കൂടെയും നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ആയിട്ട് നമ്മൾ സങ്കടം വരാം, സന്തോഷം വരാം, ഇങ്ങനെ മടുത്തു എന്നുള്ള രീതിയിലൊക്കെ പെരുമാറി എന്നും വരാം. അപ്പോൾ ബി ഹാപ്പി, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക.